ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ കളിക്കാരുള്ള ഒരാളായ കപിൽ ദേവിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 1994 അദ്ദേഹത്തെ നിർബന്ധിച്ച് വിരമിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ അന്ന് കാര്യങ്ങൾ പോയിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാ കാലത്തും താരങ്ങളെ, ഇപ്പോൾ വലിയ താരങ്ങളുടെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വീരേന്ദ്ര സെവാഗൊക്കെ റിട്ടയർ എങ്ങനെയാണ് ചെയ്തതെന്ന് പോലും പലർക്കും അറിയുന്നുണ്ടാവില്ല. എപ്പോഴാണ് റിട്ടയർ ചെയ്തതെന്ന് പോലും ആളുകൾ ഓർക്കുന്നുണ്ടാവില്ല. ആ രീതിയിലൊക്കെ നടന്നിട്ടുണ്ട്. അത് പലപ്പോഴും ക്രിക്കറ്റിൻ്റെ ഭാഗമാണ്. സ്പോർട്സിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് ചില ഘട്ടങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത പിടിവാശിയിലേക്ക് നീങ്ങുന്നതിൻ്റെയൊക്കെ കാര്യങ്ങളാണ്. അത് പലപ്പോഴും വ്യക്തികൾ അവരുടെ സ്വഭാവ രീതികൾ ഒക്കെ ഈ ഏത് സ്ഥാനത്ത് വരുമ്പോഴും അതിനെ സ്വാധീനിക്കും. അത് കോച്ചായാലും സെലക്ഷൻ കമ്മിറ്റിയിലായാലും ഒക്കെ ഉണ്ടാവും. അവരുടെ സമീപന രീതി വ്യത്യസ്തമായിരിക്കും. അത് പലപ്പോഴും കോച്ച് പലപ്പോഴും കളിക്കാരുമായിട്ട് ഒത്തുപോകില്ല. ഇപ്പോൾ ഈ വിരാട് കോഹ്ലി തന്നെയാണ് അയാളുടെ ഏറ്റവും സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന കാലത്ത് അയാളുടെ ഒറ്റ പിടിവാശി കൊണ്ടാണ് അനിൽ കുംബ്ലെയെ കോച്ച് സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചത്.